ഹായ്, ഇന്ന് നമുക്കൊരു എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. നോർമലായിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് ആണ് എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് നമുക്കൊന്നൊരു എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം. ഇതേപോലെ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം നന്നായി തിള വരുമ്പോൾ ഇതേപോലെ ഒരു കുഴിയുള്ള ഒരു സ്പൂണിൽ എണ്ണ തടവിയിട്ട് നമുക്ക് അതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതേപോലെ വൈറ്റ് കളറായിട്ട് വരുമ്പോൾ നമുക്കിതിനൊന്ന് അടച്ച് വയ്ക്കാം. ഏകദേശം 4 മിനിറ്റ് സമയം എടുത്തിരുന്നു ഇതേപോലെ മുട്ട വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഫുൾ കവറായിട്ട് വരും. ഈ നമ്മുടെ മഞ്ഞ പാട്ടുണ്ടല്ലോ അത് ഫുള്ള് ഒരു വെള്ള പോലെ മൂടി പോലെ ആവും. അപ്പോഴാണ് നമുക്കിത് വെന്ത പരിവാവാന്ന് മനസ്സിലാവുന്നത്. അപ്പം നമ്മളൊരു സ്പൂണ് വെച്ച് ഇതേപോലെ കോരി എടുത്തിട്ട് വീണ്ടും അതിൽ എണ്ണ തടവിയിട്ട് വീണ്ടും ഒരു മുട്ട അതിലോട്ട് പൊട്ടിച്ച് ഒഴിക്കണം. എന്നിട്ട് ഇതേപോലെ അടച്ച് വയ്ക്കുക. ഇങ്ങനെ ഞാൻ 3 മുട്ടയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടായിട്ടും ഇരിക്കുക. നമ്മൾ ആ മുട്ട റോസ്റ്റ് തിന്നാൻ തന്നെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ പെരുംജീരകം ഉണ്ടല്ലോ, പെരുംജീരകം മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ സവോള എന്നിവ ഇട്ടിട്ട് ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക അതിനെ. പിന്നെ നമ്മൾ ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല. ഈ പെരുംജീരകം ആദ്യം പൊട്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതാണ് ഈ റോസ്റ്റിൻ്റെ പ്രത്യേകത. ഇനി ഇത് നന്നായിട്ട് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് നല്ല ഒരു മയം പോലെ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് അതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. വേപ്പില ചേർത്ത് കൊടുക്കാം. ഏകദേശം നമ്മൾ സവോളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി. ഈ മുളക് പൊടി നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ചേർത്തത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായി ഇതിനൊന്ന് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ നിറത്തിനായിട്ട് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. അപ്പം നമ്മളെ സവോളയും നമ്മളെ മസാലപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയം ഒരു തക്കാളി മിക്സിയിൽ അടിച്ചത് പേസ്റ്റ് പരുവത്തിലാക്കിയത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളെ എണ്ണയൊക്കെ ഒരുവിധം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ട ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയൊക്കെ ഇതിൻ്റെ മേലോട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. മുട്ടയുടെ മീതേക്ക് ഇതേപോലെ നമ്മുടെ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അധികം വേവാനൊന്നുമില്ല, പക്ഷേ ഈ മസാല ഒന്ന് നമ്മുടെ ഈ മുട്ടയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഇത് നല്ല ഒരു കറിയായിരിക്കും. ഇനി നമുക്ക് ക്യാപ്പൊക്കെ ഒന്ന് തുറന്നിട്ട് നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയുള്ള മുട്ട റോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.